DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന എല്ലാ കർഷകരും ശ്രദ്ധിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ വിവരങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. PM കിസാന്റെ 22ാം ഗഡു വിതരണത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. നിലവിൽ 21 ഗഡുക്കളാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. അതിലൂടെ കർഷകർക്ക് 42,000 രൂപ ലഭിച്ചു കഴിഞ്ഞു. ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയുള്ള 22ാം ഗഡു വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ. അർഹരായ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളെ ഒഴിവാക്കുന്നതിനു വേണ്ടി രാജ്യം ഒട്ടാകെയായി കിസാൻ നിധി ഗുണഭോക്താക്കളുടെ EKYCയും ലാൻഡ് സീഡിംഗ് പ്രവർത്തനങ്ങളുമൊക്കെ ഊർജിതമായി നടക്കുകയാണ്. ഇതും രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന യുദ്ധവുമൊക്കെയാണ് കിസാൻ നിധിയുടെ വിതരണം അനിശ്ചിതമായി നീട്ടിയിരുന്നത്. അതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് 11 കേരളം സന്ദർശിക്കുന്ന വാർത്തകളൊക്കെ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ PM കിസാന്റെ 22ാം ഗഡു വിതരണം കേരളത്തിൽ വെച്ച് നടക്കുമെന്ന വാർത്തകളൊക്കെ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിലൊരു സ്ഥിരീകരണം എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ വെച്ച് PM കിസാന്റെ തുക വിതരണം ഉണ്ടാകില്ലെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാർച്ച് 11 കേരളത്തിൽ നടക്കുന്ന വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടന വേളയിൽ ഈ ആനുകൂല്യം ലഭിക്കാനിടയില്ല. പകരം പ്രധാനമന്ത്രിയുടെ ആസാം സന്ദർശന വേളയിൽ, അതായത് മാർച്ച് 13-ാം തീയതിയോടെ ഫണ്ട് വിതരണം പ്രതീക്ഷിക്കാമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ ഈ മാസം അവസാന ആഴ്ചയോടെ മാത്രമായിരിക്കും കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുക. ഫണ്ട് റിലീസുമായി ബന്ധപ്പെട്ട കൃത്യമായ തീയതി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലാത്തതിനാലാണ് ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. എന്തായാലും ഈ മാർച്ച് മാസത്തിൽ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മാർച്ച് 13 വിതരണം ഉണ്ടാകുവാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത്. തുക വിതരണത്തിന് മുൻപായി തന്നെ കർഷകർ ശ്രദ്ധിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ചില പ്രധാന കാര്യങ്ങളുണ്ട്. പല കർഷകർക്കും ആനുകൂല്യം ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിനാൽ ഓരോരുത്തരും തങ്ങളുടെ ബെനഫിഷ്യറി സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. EKYC, ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ലാൻഡ് സീഡിംഗ് എന്നീ 3 കാര്യങ്ങൾ കൃത്യമാണോ എന്ന് കർഷകർ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഈ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടാൽ ആനുകൂല്യം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഈ തടസ്സങ്ങൾ നീക്കി സ്റ്റാറ്റസ് ശരിയാക്കിയാൽ മുടങ്ങിയ ആനുകൂല്യവും പിന്നീട് ലഭിക്കുന്നതാണ്. ആധാർ അധിഷ്ഠിതമായ വിതരണ രീതി ആയതുകൊണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. വായ്പാ ആവശ്യങ്ങൾക്കായി മറ്റേതെങ്കിലും ബാങ്കിൽ പുതുതായി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആധാർ സീഡഡ് അക്കൗണ്ടായി മാറാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷിഭവനുകൾ, കോമൺ സർവീസ് സെന്ററുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ വഴി ഫാർമർ ID എടുക്കാൻ സൗകര്യം ഉണ്ടായിരുന്നുവെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ഫാർമർ ID ജനറേറ്റ് ചെയ്യാത്തവർക്കും ഇപ്രാവശ്യം ആനുകൂല്യം ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. EKYC പൂർത്തിയാക്കിയവർക്ക് കൃത്യമായ ആനുകൂല്യം ലഭിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സ്വന്തം സ്റ്റാറ്റസ് പരിശോധിക്കുവാനും PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.